സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ലൈറ്റ് ഇയർ, പാർസക്ക്, അതുപോലെ മൈൽ. അപ്പോൾ ഇവയുടെയൊക്കെ വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റിൻ്റെ വാല്യൂ നിങ്ങളുടെ 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1.496 ഇൻറ്റു 10⁸8 കിലോമീറ്റർ. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്തുമായി മാച്ച് ചെയ്യുന്നു? 4 ആയിട്ട് മാച്ച് ചെയ്യുന്നു. അങ്ങനെ വരുന്ന എത്ര ഓപ്ഷനുകളുണ്ട്? ഒരൊറ്റ ഓപ്ഷന് നിങ്ങൾക്ക് കാണാനുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ പ്രധാന എഫക്റ്റുകൾ ഏതൊക്കെയാണ്? ഹീറ്റിംഗ് എഫക്റ്റ്, സ്വാഭാവികമായിട്ടും ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. മാഗ്നറ്റിക് എഫക്റ്റ്, അതുപോലെ കെമിക്കൽ എഫക്റ്റ്. ഈ 3 എഫക്റ്റുകളും ഇലക്ട്രിസിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഓൾ ഓഫ് ദി എബവ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പ്രൈമറി സെൽ. പ്രൈമറി സെല്ലിനെ കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, എന്താണ് ഒരു പ്രൈമറി സെല്ല്? നമ്മുടെ ക്ലോക്കിലെ ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ. ക്ലോക്കിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് പ്രൈമറി സെല്ലുകൾ. നോക്കാം. ദ കെമിക്കൽ റിയാക്ഷൻ ഇൻസൈഡ് ദ പ്രൈമറി സെൽ ഈസ് ഇറിവേഴ്സിബിൾ. അത് ശരിയാണ്. അതായത് ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൈമറി സെല്ലിനകത്ത് ആ റിയാക്ഷൻ തിരിച്ചു നടത്താനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് റിവേഴ്സിബിൾ. ശരിയാണ്. ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ്. അത് റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി ആണ്. ഒരിക്കലും പ്രൈമറി സെല്ലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് 2 ഓപ്ഷൻ കൂടി നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ടോയ്സ് ആൻഡ് ടോർച്ച് ലൈറ്റ്. അത് പ്രൈമറി സെല്ലിൻ്റെ ഓപ്ഷനാണ്. ഡ്രൈ സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെൽ. പ്രൈമറി സെല്ലിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡ്രൈ സെല്ല്. അതായത് നമ്മൾ ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ഡ്രൈ സെല്ല്. ഓക്കെ. സോ ഓപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഏതാ? നമുക്ക് ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻകറക്റ്റ് ഓപ്ഷൻ ഈസ് ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് യൂസസ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ്റെ നിയമം ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 2023 NMMS പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. പെരിസ്കോപ്പ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പെരിസ്കോപ്പ്.